ഉപ്പുമുളക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. നമ്മൾ വളരെ കുറച്ച് എപ്പിസോഡ് 100-300 എപ്പിസോഡ് വന്നിട്ടുള്ളെങ്കിലും അയ്യോ അതൊരു സംഭവം തന്നെ. ഇപ്പൊ അവിടെ ഒരു കുഞ്ഞ് ജനിച്ചാല് നമ്മുടെ വീട്ടിൽ ജനിച്ച പോലെ ഉത്സവത്തിന് വന്നാല് നമ്മുടെ വീട്ടിൽ ഉത്സവം പോലെ ആൾക്കാര് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയൊക്കെ ആയി പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. എന്റെ അമ്മ ഉണ്ടല്ലോ, എന്റെ അമ്മയുടെ അച്ഛന്റെ പേരാണ് കുട്ടമ്പിള്ള. ഇവ അതെല്ലാം വിറ്റ് കാശാക്കിയവനാണ്. അവന്റെ കഥകൾ പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ കിണറുണ്ടല്ലോ, ഈ കിണറ്റിൽ വീഴുന്നിട്ടാണ് ഈ തെങ്ങിന്ന് വലിയൊരു കൊച്ചങ്ങ ഇവിടെ വന്നപ്പം പ്ലിങ് വാദം കെട്ട് അവിടെ വീഴുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ഇഷ്ടം പോലെ അവന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പിടിച്ച് കണ്ട് അടി കൊടുക്കും. സൈക്കിള് കയറാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 2 കൊടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പം മനസ്സിലായി എന്ത് ഇടയ്ക്ക് ഒരു ലക്ഷദ്വീപ് കത്തിക്കുന്ന അതിന്. അപ്പം അവിടെ കമ്മിറ്റിക്കാരൊക്കെ ഇരുന്നിട്ട് പറഞ്ഞ് നമുക്ക് ബിനുവിനെ വിളിക്കാം. ബിനു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഇവനെ വിളിച്ച് ആര് കാണാൻ, ആര് വരെ. അവനത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മരിച്ചിരി മീനി മരിച്ചെടുത്ത് അത് വഴി ഇങ്ങനെ പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ വാഴപ്പണയിൽ അവന്മാരെ കൂട്ടുകാരുടെ കൂടെ അവിടെ നിൽക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് പോയി കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ കിടന്ന് ഇറങ്ങണം. ഇവനെ കാണാൻ ഇവിടെ ആര് വരാൻ. അവർ പറഞ്ഞത് സത്യമല്ലേ. ഉള്ളം കൈ ഇങ്ങനെ വേർത്ത് ഇങ്ങനെ ഒലിയുന്നുണ്ട്. എനിക്കിത് മൊത്തത്തിൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല. മൊത്തം ഇതായി. സാറേ ഇവന്ന് പോണെന്ന് പറയുന്നു. അവൻ നിൽക്കട്ടെ, അവൻ്റെ ഉള്ളിലൊരു തീയുണ്ട്, നമുക്ക് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. അവൻ നിൽക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. അങ്ങനെ അവിടെ നിന്ന് ഇതുവരെ എൻ്റെ മോനായിരുന്നാലും വൈഫായിരുന്നാലും പറയണ്ട, അത് അങ്ങനെ ഇങ്ങനെ അച്ഛാ ഇങ്ങനെ അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരിക്കും. ഹേയ് ഹലോ, വോയിസ് ഓഫ് കേരളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജനങ്ങളെല്ലാം ഹൃദയത്തിലേറ്റിയ ഉപ്പുമുളകിന്റെ പ്രിയ താരകനാണ്. വേറെ ആരുമല്ല, സുരേന്ദ്ര ചിറ്റപ്പനായിട്ടുള്ള ബിജു കുളത്തൂർ. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ തെറ്റി, ബിജു കുളത്തൂരല്ല, ബിനോജ് കുളത്തൂരാണ്. ബിജു സോപാനമാണ്, അത് ചേട്ടായി. ഓക്കെ, കണ്ടിന്യൂ, ചോദിച്ചോ. നമസ്കാരം. ഒരുപാട് നാളായി ഇപ്പൊ ഈ ഒരു നമ്മുടെ ഒരു ഉപ്പുമുളകിലൊക്കെ നമ്മൾ കണ്ടിട്ട് തന്നെ. ഇനിയും തിരിച്ചതിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ടോ? എന്നെ വിളിച്ചാൽ ഞാൻ പോവും. എന്നെ വിളിച്ചാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ചാടി കയറിയിട്ട് അത് ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് അങ്ങ് പോകാൻ പറ്റില്ലല്ലോ. എന്നെ അവിടെ നിന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് അഭിനയിക്കാൻ നടക്കുന്നു, ആര് വിളിച്ചാലും പോവും. അതുപോലെ ഉപ്പുമുളകിനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഇപ്പോൾ ചെയ്ത പരിപാടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി അതാണ്. കാര്യം ഞാൻ ആദ്യം ഹരിശ്രീ കുറിച്ചത് ഉപ്പുമുളകിനാണ്. എനിക്ക് അഭിനയത്തിൻ്റെ യാതൊരു ഇതും ഇല്ലായിരുന്നു. അപ്പം അവിടെ നിന്ന് ഉപ്പുമുളകിൽ നിന്ന് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഉപ്പുമുളകെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളമ്മ ആഹാരമൊക്കെ വെച്ച് തരും പോലെ അമ്മയുടെ സ്നേഹം എനിക്ക് ഉപ്പുമുളകിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ പോവും. ഇപ്പൊ നിലവിൽ സുരേന്ദ്ര ചിറ്റപ്പൻ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ സിനിമയും പിന്നെ സി കേരളത്തിൽ ഒരു ദുർഗ എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട് 8:30 മണിക്ക്, അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറെ ഒന്നും ബ്ലോഗൊക്കെ തുടങ്ങിയല്ലോ. അത് മെയിനായിട്ടുള്ള കാര്യം. ഒരെണ്ണം തുടങ്ങിയിട്ട് ഫൺ ഇൻ ട്രാവൽ വിത്ത് ബിനോജ് കുളത്തൂർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഏതാണ്ട് ഒരു 1.5 മാസം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാ 10K ആവും. ഇപ്പോൾ 9.97 എന്തോ ആയി ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ 1.5 മാസം കൊണ്ട് അതിന് അത് എൻ്റെ പ്രേക്ഷകർക്ക്, കാണുന്ന എല്ലാവർക്കും അതിൻ്റെ നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ട്രാവലൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ കുഞ്ഞിലെ മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നോ? എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങോട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആരാണ് ഉണ്ടാവുക? അപ്പം അതിൻ്റെ നമ്മൾ എല്ലാം അടിച്ചു നിൽക്കുന്നത് അതിൻ്റെ സാമ്പത്തികം ആണ് മെയിൻ. സാമ്പത്തികമൊന്നും ഇല്ലാതെ വരുമ്പോൾ ആർക്കാർക്ക് യാത്ര അത്ര ഇഷ്ടമാവില്ല. പൈസ ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഈ പൈസ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസയൊന്നും വേണ്ട, കുറച്ച് പൈസ മതി. ഇപ്പോൾ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് പോകണമെന്നില്ല, നമ്മളെ വീടിൻ്റെ അടുത്തുകൂടെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണും, അങ്ങനെയുള്ള ഒരു ബൈക്ക് എടുത്തോണ്ട് കറങ്ങിയാലും മതി. അതൊക്കെ ഇഷ്ടം. ട്രിപ്പിനാണോ ഇഷ്ടം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പായിട്ട് പോകാനാണോ ഇഷ്ടം? എനിക്ക് ഗ്രൂപ്പായിട്ട്, സോളോ ഒറ്റയ്ക്ക് പറ്റില്ല. എനിക്കത് സോളോ അല്ലേ എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാലോ. ഇതിലും പോവാലോ. ഇതിൽ ഗ്രൂപ്പായിട്ട് പോകുമ്പോ എല്ലാവരും കൂടെ ഡിസിഷൻ ഒക്കെ നോക്കണ്ടേ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മളെ വൈബുള്ള ആൾക്കാരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണല്ലോ, നമ്മൾ ഫ്രീ ആണല്ലോ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകണം. ബാലിച്ചേട്ടനുണ്ടോ ഇതിന്റെ കൂടെ? അവൻ വരാമെന്ന് പറഞ്ഞിരുന്നതാ. എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഡൽഹി പോകുന്നുണ്ട്, വണ്ടി എടുക്കുന്നുണ്ട്. ഞാനൊരു വണ്ടി എടുത്തു ഡൽഹിയിൽ നിന്ന്.
വണ്ടി എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് പോകാം. പോയിട്ട് ഒരു 10-16 ദിവസം ആദ്യം പറഞ്ഞു ഞാനും വരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റിലായപ്പോഴും പറഞ്ഞു ഷൂട്ടിൻ്റെ തിരക്ക്. അപ്പോൾ പിന്നെ ശരി, അവൻ ഷൂട്ടിന് പോയി, ഞാൻ ഇങ്ങോട്ട് പോയി. ഇപ്പോൾ ഇടയ്ക്ക് കണ്ടപ്പോഴും പറഞ്ഞു വരാണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞ ഷൂട്ട് അത് തന്നെ അന്നമല്ലേ ആദ്യം നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ ഒരുമിച്ച് ഇനിയിപ്പോൾ പോകും. അടുത്ത ട്രിപ്പ് ഉണ്ട്. അടുത്ത ട്രിപ്പിന് ഇന്റർനാഷണൽ ട്രിപ്പ് ആണോ? ഇന്റർനാഷണൽ ട്രിപ്പിന്റെ കാശൊന്നും എൻ്റെ ആയില്ല. അത് വരട്ടെ, വരുമ്പോൾ ഞാൻ പോകും. നിലവിൽ ഇപ്പൊ എവിടെയൊക്കെ കറങ്ങി? ഇപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് വന്നു. ഈ ലാസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ പോയിട്ട് വന്നത് ഡൽഹിയിൽ നിന്ന്, ഇവിടുന്ന് ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ ആഗ്രയിൽ പോയി. ഡൽഹിയിലൊരു 4-5 ദിവസം ഉണ്ടായിരുന്നു. ആഗ്രയിലൊരു 3 ദിവസം. അത് കഴിഞ്ഞ് നേരെ രാജസ്ഥാൻ, ജയ്പൂർ, ഹൂറി വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജുണ്ട്. അപ്പോൾ അവിടെ പോയി. അതായത് സന്തോഷ് ജോർജ് കുളങ്ങര സാറുണ്ടല്ലോ, പുള്ളി അവിടെ താമസിച്ചിട്ടുണ്ട്. ആ ഒരു മഡ് ബസ്സിൽ അവിടെയാണ് ഞാനും താമസിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതേ റൂമിൽ. അപ്പോൾ അവരത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് പിന്നെ രാജസ്ഥാനിൽ നിന്ന് പിന്നെ നേരെ ഗുജറാത്തിൽ വന്നു. ഗുജറാത്തിൽ നിന്ന് അധികം പിന്നെ സമയം കിട്ടിയില്ല. പിന്നെ നേരെ മഹാരാഷ്ട്ര വഴി എല്ലോറ ക്യാബ്. നമ്മുടെ കേരളം വേണ്ടേ? കേരളം വേണം. കേരളം കറങ്ങിയില്ല. ഇല്ല, അവിടുന്ന് വരട്ടെ. കേരളം അല്ലാതെ നമ്മൾ പോകുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ മറ്റന്നാ 1-ാം തീയതി പോകുന്നുണ്ട്. 1-ാം തീയതി നിർമ്മലിൻ്റെ പാലുകാച്ച് വീട്. പാലുകാച്ചെന്ന് ഗൃഹപ്രവേശനം. കുറച്ചു പേർക്ക് പാലുകാച്ചെന്ന് പറഞ്ഞാൽ അറിയാം, കുറച്ചു പേർക്ക് ഗൃഹപ്രവേശനം ആണോ? ഗൃഹപ്രവേശനമുണ്ട്. അപ്പോൾ അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ. കോഴിക്കോട് പാലാഴി. നിർമ്മൽ പാലാഴി, ഹരീഷ് നിർമ്മൽ. മനസ്സിലായില്ല. നിർമ്മലിനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. നിർമ്മൽ പാല കാണിച്ചു തന്നിട്ട് പോവാ. അതെന്തായിരുന്നു കൂടെ അത് നിർമ്മലിന്? ബാവട്ടാ നിങ്ങൾ എന്ന് പറയുന്നില്ലേ? അത് കേക്കണ്ട. എല്ലാവരും എനിക്ക് കണ്ടറിയാം, പേരറിയത്തില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ബാസിച്ചേട്ടനില്ലേ, ബാസിച്ചേട്ടന്റെ ശരിക്കുള്ള ഒരു കണ്ണൻ ശരിക്കറിയില്ലായിരുന്നു. കണ്ണൻ സുരേഷ് ബാബു എന്നാണ് എഴുത്തുകൂത്ത് പേര്. നമ്മൾ കണ്ണൻ ചേട്ടാ എന്ന് വിളിക്കും. ആണല്ലേ? അതിൽ ബാസി. ഇപ്പൊ ഈ കറക്കം കാര്യങ്ങളൊക്കെ അഞ്ജു ചേച്ചിക്ക് അറിയോ? ഓക്കെയാണ്, എപ്പോ വേണമെങ്കിലും പുറത്തോലും കുഴപ്പമൊന്നുമില്ല. നോർമലി ഭാര്യമാരൊക്കെ ഇതിലൊക്കെ ഭയങ്കര ഒരു ഇത് കാണിക്കുമല്ലോ, അങ്ങനെ പോകണ്ട, അങ്ങനെയൊന്നുമില്ല. ചേച്ചി ഫുൾ ഫ്രീ. എന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ചരടിങ് വെച്ചേക്കും. അപ്പൊ അറിയാം എത്ര ദൂരം പോവും എന്നുള്ളത് അറിയാന്നുള്ളതുകൊണ്ട് പിന്നെ വലിയ വിഷയമൊന്നുമില്ല. ഇപ്പൊ നിലവില് പണ്ട് ഇപ്പൊ ബാലിച്ചേട്ടനായിട്ട് നിങ്ങളൊരു അണ്ണൻ തമ്പിയാണല്ലോ ശരിക്കും, ഈ നമ്മുടെ ഉപ്പുമുളകിലും പോലെ തന്നെ. അപ്പൊ ബാലിച്ചേട്ടന് സുരേന്ദ്രൻ ചിറ്റപ്പൻ കൊടുത്തിട്ടുള്ള ഒരു പണി എന്ന് പറയാവോ? എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ടുണ്ടോ? ഞാനോ? അങ്ങനെ പ്രത്യേകിച്ച് പണിയാണ്. പണ്ട് അടിയൊക്കെ കൂടുക, അത്രേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ടുള്ള പണികളൊന്നും. ഇപ്പൊ നമ്മള് ഈ ഉപ്പുമുളകും കാണുമ്പോ തന്നെ അച്ഛനോട് ഞാൻ കൂട്ടി പറഞ്ഞു കൊടുക്കും, ഞാൻ നിനക്ക് അടി മേടിച്ച് തരും എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. റിയൽ ലൈഫിൽ അങ്ങനെ കാണുന്നുണ്ടോ? അത് അധികവന്മാര് പണ്ട് ഈ ഇവരിവിടെ കളിക്കാൻ വരുമ്പോൾ ഇവിടെ ഒന്നും അധികം വീടില്ല. ഇവിടെ എൻ്റെ മുകളിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ കളിക്കാനൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ പോകുമ്പോൾ മാറി കളിക്കാൻ വിടില്ല, സമ്മതിക്കില്ല. അപ്പോൾ ദേഷ്യം വന്ന് ഇവിടെ വന്നു അവിടെ അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞു കൊടുക്കാം. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അച്ഛൻ അടി വെക്കോ? അടി കൊടുക്കും? അപ്പൊ ആര് അച്ഛൻ അടി കൊടുക്കോ? ഇല്ല, അങ്ങനെ. ഇപ്പൊ ബാലിച്ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു ഇതിനകത്ത്, അതായത് ഉപ്പുമുളകിലുള്ള ഒരുപാട് കാര്യങ്ങൾ റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ടെന്ന്. അത്തരത്തിലുള്ള ഇൻസിഡന്റ് പറയാമോ റിയൽ ലൈഫിലുള്ള? റിയൽ ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡന്റ് ആയിട്ടല്ല, ഞാൻ മൊത്തത്തിൽ ഒരു ഇത് പറയാം. ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് നെയ്യാറ്റിൻകര കൊളത്തൂർ. ഞങ്ങൾ അതിൻ്റെ എഴുത്ത് വരുമ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ണൻ ചേട്ടനാണ്. പക്ഷേ കഥകൾ ഒരുപാട് ബീച്ചേട്ടൻ്റെ കഥകളാണ്. ബീച്ചേട്ടനെ ഈ ഇതെടുത്ത് കൊടുക്കുന്ന ഇതെടുക്കാം, ഇന്ന എപ്പിസോഡിൽ ഇങ്ങനെയുള്ളൊരു കഥ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. കണ്ണൻ ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതും. അങ്ങനെ അതിൽ എനിക്ക് തോന്നുന്നു ഒരു 500-600 എപ്പിസോഡ് ബീച്ചേട്ടൻ പറഞ്ഞു കൊടുത്ത എപ്പിസോഡുകളാണ്. കാര്യം ഞങ്ങളെ അതിൽ അച്ഛൻ്റെ പേര് മാധവൻ തമ്പി എന്നാണ്, എൻ്റെ അച്ഛൻ്റെ പേര് മാധവൻ തമ്പി എന്നാണ്. ഞങ്ങൾ നെയ്യാറ്റിൻകര ആണ്. നെയ്യാറ്റിൻകര കൊളത്തൂര്. കൊളത്തൂരിനെ കുളത്തറയാക്കി വച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അമ്മയുടെ പേര് വസന്ത എന്നാണ്. അതിൽ ശാരദ. എൻ്റെ അഞ്ജുവിൻ്റെ പേര്, അതിൽ എൻ്റെ വൈഫിൻ്റെ പേര് അഞ്ജു തന്നെയാണ്. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെയൊക്കെ കുടുംബം തമ്പിമാരാണ്.
ഞാൻ പറഞ്ഞല്ലോ മാധവൻ തമ്പി. മത- ആ. അതിൽ എൻ്റെ അച്ഛൻ്റെ ഒറിജിനൽ പേര് മാധവൻ തമ്പി. അപ്പം നമ്മളെ കുടുംബത്തിലെ തറവാട്ടിലെ കാര്യങ്ങളും ബീച്ചാന് അവിടെ അവൻ്റെ വസ്തുവിന് കൊടുത്തിട്ട് ഹെലികോപ്റ്റർ പോകുമെന്നൊക്കെ ചോദിച്ചിട്ട് ബീച്ചാന് വസ്തു കൊടുത്തു നടുക്ക് വഴിയില്ല. കാര്യം വഴി നമ്മളെ എല്ലാവരും വഴിയാണ്, നമ്മളെ ചുറ്റും നമ്മളെ വഴി വസ്തു അവന് കൊടുത്തത് നടുക്കായി പോയി. അപ്പൊ അതിനെ അവ എപ്പിസോഡാക്കി എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ ഒന്ന് ഇറങ്ങൂടാ അവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഏതാണ്ടൊക്കെ നമ്മളെ ഇതായിട്ടുള്ള അതിൽ കഥകൾ. കുട്ടമ്പിള്ള മാമൻ എന്നുള്ളൊരു കഥാപാത്രം ഉണ്ടല്ലോ, അത് റിയൽ ലൈഫ് അപ്പം അമ്മായിച്ചൻ തന്നെയാണോ? കുട്ടമ്പിള്ളതാണ് ഇവിടെ ഇത്. അച്ഛന്റെ എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മയുടെ അച്ഛന്റെ പേരാണ് കുട്ടമ്പിള്ള. ഇവ അതെല്ലാം വിറ്റ് കാശാക്കിയവനാണ് എന്റെ ചേട്ടൻ. ഇവിടുത്തെ ഇതില്ലേ. അപ്പൊ എന്റെ അമ്മയുടെ സഹോദരന്റെ മോളാണ് ഞാൻ കെട്ടിക്കുന്നത്. എന്റെ അപ്പൂപ്പന്റെ പേര് കുട്ടമ്പിള്ള എന്നാ. പുള്ളി ബാങ്കിലായിരുന്നു. ഇത് പുള്ളിയുടെ വീടാണ്, ഇത് തറവാട് വീട്. കുട്ടമ്പിള്ള മാമന്റെ ആ അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ, ആ കഥാപാത്രം മാമൻ. ആ അപ്പോഴ് ഇങ്ങനെ വരുമ്പോഴ് മാധവൻ തമ്പിയുടെ വൈഫിന്റെ അച്ഛൻ, അങ്ങനെയാണ് കുട്ടമ്പിള്ള പറയുന്നത്. കുട്ടമ്പിള്ള ഇവിടെ അപ്പം ഇതിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം അപ്പൂപ്പൻ ഇവന് സൈക്കിളുണ്ട്, സൈക്കിൾ എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് പുറത്തൊക്കെ കറങ്ങി അങ്ങ് നടക്കും. അപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോണതിന് മുമ്പ് അപ്പോൾ ആദ്യം പിടിച്ചാണ്ട് അടി കൊടുക്കും. സൈക്കിള് കയറാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടെണ്ണം കൊടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ മനസ്സിലായി എന്ത് ഇവിടെ നിന്ന് ഉരുട്ടി കൊണ്ടുപോകണം, അവിടെ പോയിട്ടേ കയറാവൂ, അവിടെ പോയിട്ട് കയറിയിട്ട് ആ റോഡെത്തുമ്പോൾ ഇറങ്ങണം, ഇറങ്ങി ഉരുട്ടി അപ്പുറത്ത് പോകണം എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ രസമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അവൻ്റെ കഥകൾ പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ കിണറുണ്ടല്ലോ, ഈ സാധനം, ഈ കിണറൊന്ന് പാൻ ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഈ കിണറ്റിൽ വീഴുന്നിട്ടുണ്ടാവൻ വീണ്. ഓ എന്നിട്ട് എങ്ങനെ എടുത്ത് കയറിട്ട് കയറി വന്നു. അതുപോലെ ഈ തെങ്ങിന്ന് വലിയൊരു കൊച്ചങ്ങ ഇവിടെ വന്നപ്പം പ്ലിങ് വാദം കെട്ട് അവിടെ വീഴുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ഇഷ്ടം പോലെ അവന് പറ്റിയിട്ടുണ്ട്. ഫുള്ള് ഹീറോ ഇപ്പൊ ബാലചേട്ടനാണ്. തീർച്ചയായും. ഞാൻ ഇതിലൊന്നും ഇല്ലെന്ന്. ഞാൻ ഈ അഭിനയത്തിലോ എനിക്ക് ഈ സ്പോർട്സ് പരമായിട്ടാണ്. ഞാൻ സ്കൂളില് ഈ യുവജനോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ താഴെ ക്രിക്കറ്റും കബഡിയും ഫുട്ബോളും ഗ്രൗണ്ടിലും നമ്മൾ ആ ഏരിയയിലേ ഇല്ല. ആര് ബീച്ചേട്ടൻ. അവ എല്ലാത്തിനും അവ ഇതിനു വേണ്ടി ജനിച്ചവനാണ്. സത്യം, ഇതിനു വേണ്ടി ജനിച്ചു. എനിക്ക് ഈ പരിപാടിയൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഉപ്പുമുളകില് ഇത് അതും ഒരു കഥയാണ്. ഇത് കുറെ മണിക്കൂർ പോകും കേട്ടാ. എങ്ങനെയാണ് അപ്പൊ എനിക്ക് അഭിനയിക്കാൻ ഒരു കഴിവുണ്ട്, ഞാൻ അഭിനയിച്ച സെറ്റ് ആവും എപ്പോഴാ തോന്നിയത്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു ദിവസം കണ്ണൻ ചേട്ടൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഈ പടങ്ങൾ കാണുക, സിനിമ പാട്ട് കേൾക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം അവിടെ പോയപ്പോൾ കണ്ണൻ ചേട്ടൻ അവിടെ നിന്ന് ഉപ്പുമുളകും ഉപ്പുമുളക് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ചെയ്യുന്നത് അമൃത TV വി ആർ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബീച്ചാറിൻ്റെ ആദ്യത്തെ ഒരു ബെഞ്ചമിൻ ഫ്രൂണോ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, കഥാപാത്രമുണ്ട്, ഇട്ടുക്ക് കഥാപാത്രം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 25 എപ്പിസോഡേ പോയുള്ളൂ, അങ്ങ് നിന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫിലിം ഫെസ്റ്റിവൽ വരുന്നത്. അപ്പോഴേക്കും നമ്മൾ ചായ കുടിച്ചുകൊണ്ടിപ്പം കണ്ണൻ ചേട്ടനെ കണ്ടു. കണ്ണൻ ചേട്ടനാണ് അതിൻ്റെ റൈറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പരിപാടി കൊള്ളാം കേട്ടോ, എനിക്കൊന്ന് തല കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തല മാത്രമല്ല, രണ്ട് വർത്താനം പറയാം. രണ്ട് വർത്താനമൊന്നും പറയണ്ട, ഞാൻ അപ്പോൾ ചുമ്മാ ജസ്റ്റ് എനിക്ക് മനസ്സ് തോന്നി അങ്ങ് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് നിന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഉപ്പുമുളകും തുടങ്ങിയപ്പോൾ ഒരു 60-70 എപ്പിസോഡായപ്പോൾ പിന്നെ അവിടെ നിന്ന് കണ്ണൻ ചേട്ടൻ. ഇല്ലല്ല, ഞാൻ കയറിയത് 150 എപ്പിസോഡിൽ. എന്നെ 60-70 എപ്പിസോഡിൽ വിളിച്ചു തുടങ്ങി. അപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറാണ് ഡയറക്ടർ. ഉണ്ണികൃഷ്ണൻ സാറെന്ന് പറഞ്ഞാൽ ഈ സിറ്റ്കോമിൻ്റെ ഡയറക്ഷനിൽ പുള്ളിയെ വെട്ടാൻ വേറെ ആരുമില്ല. സിറ്റ്കോമിൽ ഉണ്ണികൃഷ്ണൻ സാർ ആകുമ്പോൾ ഗംഭീരം. പുള്ളിയുടെ കഴിവ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അത് വി ആർ ബാക്ക് ബെഞ്ചേഴ്സ് സാറായിരുന്നു ഡയറക്ട് ചെയ്തത്. അതിൽ നിന്നാണ് ഇങ്ങോട്ട് ഇതിലോട്ട് വന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറും പറഞ്ഞായിരുന്നോ ചേട്ടനോട് അഭിനയിക്കണം? ഇല്ലല്ല, ഉണ്ണികൃഷ്ണൻ സാറ് ഇങ്ങനെ കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ബാലുവിൻ്റെ അനിയൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് വരണം കണ്ണാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ ചേട്ടൻ പറഞ്ഞു, ബാലുവിൻ്റെ അനിയനാകെ നമുക്ക് ബാലുവിൻ്റെ ഒറിജിനൽ അനിയുണ്ട്, നമുക്ക് അവനെ വിളിക്കാം എന്ന് പറഞ്ഞു. ആണോ, എന്നാ വിളിച്ചോ എന്ന് പറഞ്ഞു. അന്ന് അവിടെ ആദ്യമായിട്ട് അതിനുശേഷം പിന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, ഞാൻ പോയില്ല. എനിക്കൊന്നും അത് പേടി, ക്യാമറയുടെ മുമ്പ് നിൽക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ നിന്നിട്ടില്ല. അതായത് ഇവിടുത്തെ എൻ്റെ
കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വീഡിയോഗ്രാഫർ വന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞിട്ട് പോയി അവന്മാർ. എൻ്റെ അടുത്ത് പറഞ്ഞില്ല, മാമിയുടെ അടുത്ത് പോയി പറഞ്ഞു, ഇത്രയും നിഷേധിയായ ഒരു ചെറുക്കനെ ഞങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. ഈ അവിടെ വന്നിട്ട് അങ്ങനെ നിൽക്കൂ, തോളിൽ ഇങ്ങനെ കൈയിടൂ, ഇങ്ങനെ പൊട്ടിടൂ. ഞാൻ പറയാൻ എന്നെ കൊണ്ട് പറ്റാന്നില്ല കല്യാണത്തിൻ്റെ അന്ന്. സ്ട്രൈറ്റ് അതൊന്നും പറ്റാന്നില്ല. അല്ല ഒന്ന് എടുക്കണമെങ്കിൽ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ വന്ന് പറഞ്ഞിട്ട് ഇത്രയും നിഷേധിയായ ഒരുത്തൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്യാമറയുടെ മുമ്പ് നിൽക്കാനുള്ള പേടിയും ഒരു ചമ്മലും കൊണ്ടാണ് അത് പറഞ്ഞത്. ഏത് ഉപ്പുമുളക്? ഇത് എല്ലാം പറഞ്ഞിട്ട് ഇവിടെ നാട്ടുകാർ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം കൂടെ പറഞ്ഞു ഇങ്ങനെ വിളിക്കണടാന്ന് ഞാൻ പറഞ്ഞപ്പോൾ പോടാൻ നല്ല ചാൻസ് അല്ലേ പോന്ന് പറഞ്ഞു എല്ലാവരും കൂടെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പോകണമെന്ന് ആരോടും പറഞ്ഞില്ല. അത് പോവാന്ന് പറഞ്ഞോണ്ട് നിന്നിട്ട് ഞാൻ ആരോടും പറയാതെ പതുക്കെ എറണാകുളത്ത് വണ്ടി കയറി. അപ്പോൾ എനിക്കറിയാം നടക്കൂല എന്നുള്ളത്. ഞാൻ വണ്ടി കയറി വൈകുന്നേരം 4 മണിയായപ്പോൾ സെറ്റിലാണ്. എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വന്നു, സെറ്റ് ചെയ്ത് അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പാറമട വീട്ടിൽ അപ്പോൾ സാറിനെ കണ്ടു. ഈ അഭിനയം അവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുവിധം ആയി. സാറിന് കൈക്ക് തന്നാ അപ്പോൾ നാളെ നമുക്ക് തുടങ്ങാം. പിറ്റേ ദിവസം ഞാൻ ബീച്ചാൻ്റെ കൂടെ തന്നെ പോയത്, അവിടെ തന്നെ അവൻ്റെ റൂമിൽ തന്നെ കിടന്നെ. പിറ്റേ ദിവസം രാവിലെ അഭിനയിക്കാൻ വേണ്ടി അവിടെ ആ സെറ്റിൽ കൊണ്ട് വണ്ടി ഇറക്കിയതും എൻ്റെ അടി വയറ്റിന്നൊരു ഉരുളൊക്കെ അങ്ങനെ ഉരുണ്ട് കയറി. പോയിട്ട് ഞാൻ പതുക്കെ കണ്ണൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ പറ്റൂല, ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. പേടിയെന്ന് വെച്ചാൽ അത്ര പേടി എനിക്ക് നിന്ന് പറഞ്ഞു. അപ്പം സാറ് എന്ത് പറ്റി? അതൊന്നും കുഴപ്പമില്ല. ഞാൻ അപ്പോൾ കണ്ണൻ ചേട്ടൻ പറഞ്ഞില്ല, അവൻ ഇങ്ങനെ പറയാം, അതൊന്നും കുഴപ്പമില്ല, അന്ന് ചെയ്താൽ മതി. അപ്പോൾ ബീച്ചാരാ എടാ നാണം കെടുത്താതെ വന്ന് ചെയ്യേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നാണം കെടുത്തുന്നതല്ല, എനിക്ക് പേടിയൊക്കെ മാറി, നീ വാ നീ ചെയ്യ് എന്നൊക്കെ പറഞ്ഞു. അങ്ങോട്ട് ഫസ്റ്റ് ആട്ടോയിൽ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ, നമ്മളെ ആട്ടോ എന്ന് പറയും കേട്ടോ, നിങ്ങൾ ഓട്ടോ ഓട്ടോയിൽ വന്ന് ഇറങ്ങി. ഇനി ഇതിന് പറയാം ആട്ടോ എന്ന് പറയണം എന്ന് പറയും. അപ്പോൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് കേശുവിനെ ആരോ കാണുന്ന ഒരു ഇതാണ്. എനിക്ക് ഓട്ടോ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് വിറയലും ഇതൊക്കെ ആയി. അപ്പം പിന്നെ കണ്ണൻ ചേട്ടൻ ഉണ്ടാതെ വന്നിട്ട് പറഞ്ഞു, നീ ബിജുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട്, അതായത് നമ്മളവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം പൊന്നുവിനെ കാണണമെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉരുമ്പം കൊടുക്കും, എന്നിട്ട് ചേട്ടനെ വിളിച്ചിട്ട് അകത്ത് പോകും. ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, അതോടെ തീർന്നു, ഇത്രയും ചെയ്തിട്ട് വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ആട്ടോ എന്ന് പറഞ്ഞാൽ ക്യാഷ് വേണമെന്ന് ഓടി വന്നത്. ആരെയോ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അകത്തോട്ട് പോയി. അടുത്ത ഡയലോഗ് പിന്നെ അവിടെ നിന്നാണ്. ഈ ഉള്ളം കൈ ഇങ്ങനെ വേർത്ത് ഇങ്ങനെ ഒലിയുന്നുണ്ട്. എനിക്കിത് മൊത്തത്തിൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല. മൊത്തം ഇതായി. വെള്ളം കുടിക്കും, പടപടപടാന്ന്. അവസാനം സാറ് പറഞ്ഞിട്ട് അവന് ഗ്ലാസ്സിലാണ് കൊണ്ടുവരുന്നത്, അവന് ആ കുപ്പിയിൽ കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു ഡയലോഗ് പറയും, വെള്ളം കുടിക്കും. അടുത്ത ഡയലോഗ് സാർ ആക്ഷൻ പറയുമ്പോൾ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണം. കാരണം ഇത്രയും വെള്ളം കുടിച്ചതിൻ്റെ ഇത് ഇരിക്കുകയാണ്, നേരെ മൂത്രം ഒഴിക്കാൻ പോകും. പിന്നെ അവിടെ തിരിച്ചു വന്നു. അങ്ങനെ തത്തിപ്പത്തി. അപ്പോൾ അന്ന് രാത്രി പോയി സാറിനെ കണ്ടു. നമ്മളെല്ലാവരും കൂടെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു. അപ്പം വിചാരം ചോദിച്ചു, സാറേ ഇവ ഇന്ന് പോകണമെന്ന് പറയുന്നു. അവൻ നിൽക്കട്ടെ, അവൻ്റെ ഉള്ളിലൊരു തീയുണ്ട്, നമുക്ക് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞു. അവൻ നിൽക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇതുവരെ എത്തി. അങ്ങനെയാണ് സുരേന്ദ്രൻ ചിറ്റപ്പനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് നമുക്കിതൊന്നും മനസ്സിലാവത്തില്ല, എൻട്രി സൂപ്പർ ആയിരുന്നു. അത് സാറിന്റെ ഒരു കഴിവാണ് കേട്ടോ. പുള്ളി പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു, നീ ഇതിന് എൻ്റെ ഒരു മാജിക് ഉണ്ട്, നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സത്യം ഞാൻ കണ്ടപ്പോൾ സത്യം ഞാൻ കണ്ടപ്പോൾ തന്നെ അന്തപ്പെട്ടു. ഇത് ഞാൻ തന്നെ, എന്നോട് പറ്റില്ല. അപ്പോൾ അത്ര ഇതായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറേ 300-400 എപ്പിസോഡ് ചെയ്തു. അന്ന് യൂട്യൂബിലെ കമന്റ്സ് ഒക്കെ നോക്കുമായിരുന്നില്ല? അന്ന് തന്നെ ഭയങ്കര ഒരു സുരേന്ദ്ര ചിറ്റപ്പൻ ഫാൻസ്. അന്ന് അതാണ് എൻട്രി സൂപ്പർ, ചിറ്റപ്പന്റെ വരവ്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് വെച്ചാല് ഇതെങ്ങനെ ശരിക്കും പാലിച്ചേട്ടാ അതേപോലത്തെ ഒരാള്. അത് ആ പ്രോഗ്രാമിന്റെയും കൂടെ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് അത് സത്യമാണ് കേട്ടോ. ഇപ്പം നമ്മളായിരുന്നാലും ചേട്ടായി, അത് കഴിഞ്ഞിട്ട് കേശു ഏതാണ്ട് ചേട്ടനെ പോലെ, ശിവാനി ആദ്യത്തെ നമ്മളെ ഭവാനിയന്മാരെ ആ ഒരു ഇത്, മുടിയും പടവലത്തെ അപ്പൂപ്പനെ കുട്ടൻപിള്ള അത് വെച്ച് അതുപോലെ അതേപോലെ അമ്മ
ആ ഒരു ഇതില് പിന്നെ മാധവൻ തമ്പി ശരിക്കും ശരിക്കും നമ്മളെ രമേശ് ചേട്ടൻ അച്ഛനായ അച്ഛനായിട്ട്. അപ്പൊ അത് അങ്ങനെ കിട്ടുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഭാഗ്യം. ഭയങ്കര സത്യം. അത് ദൈവത്തിന്റെ ഉപ്പുമുളക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൈവപ്പുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. നമ്മൾ വളരെ കുറച്ച് എപ്പിസോഡ് 100-300 എപ്പിസോഡ് വന്നിട്ടുള്ളെങ്കിലും അയ്യോ അതൊരു സംഭവം തന്നെ. എല്ലാ വീട്ടുകാർക്കും ശരിക്കും അതൊരു റിലാക്സേഷൻ ആയിരുന്നു ശരിക്കും ആ ഒരു പ്രോഗ്രാം കാണുമ്പോ. നമ്മുടെ വീട്ടില് ഇപ്പൊ അവിടെ ഒരു കുഞ്ഞ് ജനിച്ചാല് അത് നമ്മുടെ വീട്ടിൽ ജനിച്ച പോലെ, അതെ ഉത്സവത്തിന് വന്നാല് നമ്മുടെ വീട്ടിൽ ഉത്സവം വന്ന പോലെ, പോലെ. ഓണവും വിഷുവും ഇപ്പൊ അതൊന്നും ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് വീട്ടുകാരുണ്ട്. അതൊക്കെ ഈ ഒരു എപ്പിസോഡ് കണ്ട് ഞങ്ങൾ ആഘോഷിച്ച പോലെ എന്നൊക്കെ ഉള്ള രീതിക്ക് അത് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. തന്നെ തീർച്ചയായിട്ടും. അവർക്കൊക്കെ ശരിക്കും ഇപ്പൊ ഭയങ്കര നിരാശയാണ്. ആ പഴയ എപ്പിസോഡ് തന്നെ റിപ്പീറ്റ് കണ്ട് Repeat കണ്ട് ചെയ്ത്. കണ്ട് ആ ഒരു ഇതിലേക്ക് വരുവാണ്. ശരിക്കും അത്രയും നാളത്തെ ആ ഒരു ഡിസ്റ്റൻസ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? ആ ഒരു ആൾക്കാര് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അല്ല അങ്ങനെ വെച്ചാ അത് അങ്ങനെയൊക്കെ ആയി പോകുമ്പോ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനിയും ആ ഒരു ഫാമിലി ജോയിൻ ചെയ്ത് കാണണം എന്ന് ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്. ഇപ്പൊ വ്ളോഗിലായാൽ പോലും ആളുകൾ കൂടുതൽ ചോദിക്കുന്നുണ്ട്. അത് തന്നെ, ചിറ്റപ്പൻ എന്നാ തിരിച്ചു വരിക, അതെ. ചിറ്റപ്പൻ ഫാൻസ് ഇപ്പോഴും ഉണ്ട്. അതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. അപ്പൊ ഇനിയും അതുപോലത്തെ ഒരു പ്രോഗ്രാം ഭാവിയിൽ തുടങ്ങുമോ? അറിയില്ല. തുടങ്ങുമെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഉം. അപ്പൊ ഞാന് സൈഡിൽ നിന്ന് കളിക്കുന്ന ആർട്ടിസ്റ്റ് അല്ലേ. അപ്പം ബിജു main ചേട്ടൻ ആയിട്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? ബേച്ചാന് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ സിനിമയായിട്ട് നിൽക്കല്ലേ. പക്ഷെ എന്നാലും ബാലു വെച്ചെന്ന് അറിയപ്പെടും. അത് അത്രേ ഉള്ളൂ. അത് ഇനിയിപ്പോ എത്ര പോയാലും സുരേന്ദ്ര ചിറ്റപ്പൻ, ബാലു ചിറ്റപ്പൻ. അത് ഇപ്പോഴും ഞങ്ങള് മെനഞ്ഞാന്ന് ചൊവ്വരയൊക്കെ പോയിരുന്നു. ചൊവ്വരയില് ക്ഷേത്രത്തിൽ പോയപ്പോൾ അവരൊന്ന് ഒരുപാട് വരുന്നു ചിറ്റപ്പ ചിറ്റപ്പാന്ന് പിള്ളേര്. കൺമണി ഇപ്പോഴും ചിറ്റപ്പന്റെ കുട്ടിയാന്ന് തന്നെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും അറിയാം, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ള അത് ചിറ്റപ്പന്റെ കുട്ടിയാ കൺമണി. കൺമണി അതുപോലെ തന്നെ പഞ്ചു ചേച്ചി, റിയൽ വൈഫ് മഞ്ജു ചേച്ചി തന്നെ. അഞ്ചു. അതൊക്കെ എങ്ങനെ ശരിക്കും അങ്ങനെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച്? അത് ബിജുചേട്ടൻ എല്ലാം അവിടെ എല്ലാം. എല്ലാ ഒരുവിധം അവന്റെ കൈ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കറക്റ്റ് അത് തന്നെ എല്ലാം ക്യാരക്ടേഴ്സ് റിയൽ ലൈഫിലുള്ളത് തന്നെ ശരിക്കും ഇതിനകത്തേക്ക് കിട്ടും. പേരുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഫ്രണ്ട്ഷിപ്പും അപ്പൊ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. ആളുടെ ഫ്രണ്ട്സും ഇങ്ങനെ പെടുത്താൻ നടക്കുന്ന ഫ്രണ്ട്സ് ആണല്ലോ. ഇല്ല അവന് ഇഷ്ടം. ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് അവനാണ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാല് അതിന് ഒരു ഉദാഹരണം പറയാം. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയും. ഒറ്റ ഉദാഹരണം പറഞ്ഞു. നമ്മളിവിടുന്ന് ഷൂട്ടിന് പോകുമ്പോൾ അവൻ്റെ വണ്ടിയിൽ ഇവിടുന്ന് നമ്മൾ രാവിലെ ഇപ്പം എനിക്ക് രാവിലെ ഞാൻ 5 മണിക്കൊക്കെ എണീറ്റിട്ട് വണ്ടി ഓടിച്ച്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് 5 മണിക്ക് വണ്ടി ഞാൻ എടുക്കാം, നീ കിടന്ന് ഉറങ്ങിക്കോ. അവിടെ കൊണ്ട് 5 മണി ഒരു 10 മണിക്ക് 9-9:30 ആകുമ്പോൾ അവിടെ എത്തും എറണാകുളത്തെ. അല്ലെങ്കിൽ ട്രാഫിക് ഒക്കെ ഇല്ലേ. അവൻ പറയും ശരി 6 മണിക്ക് പോവാം. 6 മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എണീക്കുന്നത് 8 മണിയാവും. എന്നിട്ട് 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. 10 മണിക്ക് ഇറങ്ങുന്നവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് ഞാൻ അവിടെ ഓട്ടിച്ച് അവിടെ എത്തുമ്പോഴും വെളുപ്പാങ്കാലം 3 മണിയാവും. ഇവിടെ നിന്ന് നേരെ വണ്ടിയെടുത്ത് കൊല്ലം വഴി പോയാൽ കൊല്ലത്ത് കൂട്ടുകാരുണ്ട്, അവിടെ കയറും. അവന്മാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തടുത്ത് ആലപ്പുഴ പോകും. ആലപ്പുഴ എത്തും. അടുത്ത് അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഉണ്ട് കരുനാപ്പള്ളി, അവിടെ കുറേ സമയം. അത് കഴിഞ്ഞ് ആലപ്പുഴ കുറേ സമയം, ചേർത്തല കുറേ സമയം. അങ്ങനെ ഇങ്ങനെ അവൻ്റെ ഫ്രണ്ട്സ് ഇഷ്ടം പോണ വഴിക്കൊക്കെ ഫ്രണ്ട്സ്. നമ്മൾ രണ്ടുപേരും പോകണമെന്ന് ചിലപ്പോൾ വണ്ടിക്കകത്ത് 5-6 അവിടെ എത്തുമ്പം കാണും. എറണാകുളം എത്തുമ്പോൾ 6 പേര് വണ്ടിക്കകത്ത് കാണും. വെളുപ്പംകാലം 3 മണിക്കൊക്കെയാണ് എത്തുന്നത്. കാര്യം അത്രയും ആര് വിളിച്ചാലും അതിനുള്ള ഇതുണ്ടാവും. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ എനിക്ക് ഇതില്ല. എനിക്കത് പറ്റൂല. നമുക്കൊക്കെ ആ ഒരു ഇത് കഴിഞ്ഞ പിന്നെ വേണ്ടെന്നല്ല. അങ്ങനെ എന്തെങ്കിലും പണി കിട്ടിയ ഒരു ഇതുണ്ടോ ആർക്ക്? ചേട്ടന്? അങ്ങനെ അത് എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. ഞാൻ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കയറി കണ്ട് അവിടെ ഇറങ്ങുന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകും. ജസ്റ്റ് ഒന്ന് നിൽക്കുക ഒന്ന്. ഇത് പിന്നെ അവരെ കൂടെ അങ്ങ് കൂടുക. ഇതാണ് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ 10 മണിയാകുമ്പോൾ എത്തണം, അല്ലെങ്കിൽ ശരി കുറച്ച് വൈകിയാലും എത്തും. ഇതതില്ല. പിന്നെ അത് അവന്റെ ഫ്രണ്ട്സായി ഇതായി ഉണ്ടാവും. സെലിബ്രിറ്റി എന്ന് അവനെ പറയേ ചെയ്യരുത്. അങ്ങനെ പറയുന്നല്ല. ഇവിടെ കൂടെ പേശ കൊടുത്തോണ്ട് ഇവിടെ കൂടെ ഇങ്ങനെ കറങ്ങണം. ആരെ കൂടെ അതൊന്നും ആ ഒരു ഇതൊന്നും കൊണ്ടു കിടക്കുന്ന ആളല്ല. അപ്പം അതുകൊണ്ട് അവനിൽ നിന്ന് കണ്ടുപഠിച്ചോണ്ട് എനിക്കും ആ ഒരു സംഭവമില്ല. അനിയൻ വേറെ ചേട്ടൻ വേറെ. അതുപോലെ തന്നെ ചോദിക്കാനുള്ള സംശയമാണ്, ഈ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ ചേട്ടൻ, എങ്ങനെയാണ്
സ്വന്തമായിട്ടുള്ളിൽ എനിക്കൊരു കലാപരമായിട്ടുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു ടൈം? എനിക്കറിയുന്നില്ലല്ലോ, ഞാൻ അറിഞ്ഞു, ഞാൻ ചുമ്മാ കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാണെന്ന് ഇങ്ങനെ വരട്ടെ എന്ന്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അഭിനയിച്ചതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴായിരുന്നു? അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും എനിക്ക് തോന്നാറില്ല. എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവും. വീട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഫസ്റ്റ് അഭിനയിച്ചു കഴിഞ്ഞപ്പോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സൂപ്പർ ആയെന്നൊന്നും പറഞ്ഞില്ലേ? അങ്ങനെയൊന്നുമല്ല, കുഴപ്പമില്ല, വരുന്നല്ലേ ഉള്ളു, കയറി വരും. ഏതെങ്കിലും പറഞ്ഞൊക്കെ തരാറുണ്ടോ ഇങ്ങനെ അഭിനയിച്ചാ കൊള്ളാം? അല്ല, അത് എൻ്റെ മോനായിരുന്നാലും വൈഫായിരുന്നാലും പറയണ്ട, അത് അങ്ങനെ ഇങ്ങനെ അച്ഛാ ഇങ്ങനെ അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരിക്കില്ല, ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. നമ്മളപ്പം അങ്ങ് ചെയ്തു പോകുന്നുണ്ട്, അതിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അവരുടെയൊക്കെ ആ ഒരു ഇപ്പം മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഇതെങ്ങനെയാണ്? അച്ഛൻ സെലിബ്രിറ്റി, അച്ഛൻ സ്കൂളിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഇതൊക്കെ എങ്ങനെയാണ്? അങ്ങനെ സെലിബ്രിറ്റി ഒന്നും ഇല്ലെന്നേ, അത്ര ഇതൊന്നുമില്ല സത്യം. നമ്മളെ സാധാരണ പോലെ അത് തന്നെ. തോന്നണതാ, ആൾക്കാരുടെ കൂട്ടത്തിൽ അങ്ങനെ അല്ലല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ വിളിക്കും, പോവും. ഗസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ പോവാറുണ്ടോ? ഗസ്റ്റായിട്ട് പോകാറുണ്ട്. ഓരോ സ്കൂളുകളായിരുന്നാലും ക്ഷേത്രങ്ങളായിരുന്നാലും. ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇടയ്ക്ക് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് ഒരു ലക്ഷദീപം കത്തിക്കുന്ന അതിൻ്റെ. അപ്പം അവിടെ കമ്മിറ്റിക്കാരൊക്കെ ഇരുന്നിട്ട് പറഞ്ഞ്, നമുക്ക് ബിനുവിനെ വിളിക്കാം, ബിനു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, ബിനുവിനെ വിളിക്കാം, അവനെ വെച്ച് തുടങ്ങാം. അപ്പോഴാണ് തൊട്ടടുത്ത് നമ്മൾ എല്ലാവരും ബന്ധുക്കൾ തന്നെ. യവനെ വിളിച്ച് ആര് കാണാൻ, ആര് വരാൻ? അവനത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മരിച്ചിരി മീനി മരിച്ചെടുത്ത് അത് വഴി ഇങ്ങനെ പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ വാഴപ്പണയിൽ അവന്മാരെ കൂട്ടുകാരൻ്റെ കൂടെ അവിടെ നിൽക്കുന്നതാണ്. വൈകുന്നേരം 4 മണിക്ക് പോയി കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ കിടന്ന് ഇറങ്ങണം. യവനെ കാണാൻ ഇവിടെ ആര് വരാൻ? അവർ പറഞ്ഞത് സത്യമല്ലേ? സത്യമാണോ അല്ലേ? നമ്മൾ ഈ കിടന്ന് ഇങ്ങനെ രാവിലെ 9 മണിയാകുമ്പോൾ വീട്ടിലിരിക്കുകയാണ്. 9 മണിയാകുമ്പോൾ ഞാൻ പഴയ ചക്കട ചന്തയിൽ പോയി മരിച്ചീനിയൊക്കെ വാങ്ങിക്കും. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ പയ്യന്മാർ കൂട്ടുകാരന്മാരുണ്ട്, അവന്മാരെ വിളിക്കും, അവന്മാരെ വീട്ടിലോട്ട് പോകും. അവിടെ പോയി വാഴപ്പണയുണ്ട്, അവന്മാരുടെ 2 കൂമ്പ് ഓടിച്ച്, കൂമ്പെന്ന് പറഞ്ഞാൽ അറിയാലോ, കൂമ്പ് ഓടിച്ച് കുടപ്പൻ. അപ്പോൾ അത് ഓടിച്ച് വാഴത്തട ഉണ്ടെങ്കിൽ വാഴയുണ്ട്, അതിൻ്റെ തടയം വെട്ടിയെടുത്ത് തോളിൽ വെച്ച് നടന്ന് വീട്ടിൽ പോകും. അത് വൈകുന്നേരം 4 മണിയാകുമ്പോൾ നേരെ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് പയ്യന്മാർ, കൊച്ചു പയ്യന്മാർ, 10-20 വയസ്സായ പയ്യന്മാരുണ്ട്, അവന്മാരോട് കിടന്ന് കളിച്ചോണ്ട്. ഇവനെ ഇവിടെ വിളിച്ചിട്ട് ഇവനെ ഗസ്റ്റായിട്ട് വിളിച്ച് ആര് വരും? അതാണ് നമ്മൾ. അയ്യോ, ശരിക്കും അത് ഈ നാടിന്റെ പ്രത്യേകത ആയിരിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ അവിടെ വന്നു കഴിഞ്ഞാല് ഭയങ്കര ഏതൊരു ജീവനെ കാണുന്ന പോലെ സെലിബ്രിറ്റിനെ കാണുമ്പോ അയ്യോ എന്നുള്ളൊരു സംഭവം. നിങ്ങളുടെ എറണാകുളത്തല്ലേ? അല്ല, ഞാൻ ശരിക്കും ആനപ്പുഴ, കൊടുങ്ങല്ലൂരാ. നമ്മുടെയൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസ് ഇല്ല. വന്നു കഴിഞ്ഞാലും ഭയങ്കര ഒരു ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിയ ജീവിതത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് വരാം. തീർച്ചയായിട്ടും വരണം. നമ്മൾ പ്രതീക്ഷിക്കും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കും വരണം. തീർച്ചയായിട്ടും.